പക്ഷം പുതിയ ഊർജ്ജത്തിലാണ് പ്രതിപക്ഷം സഭയിൽ എത്തിയിരിക്കുന്നത്. എം ജി വിധുരാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ബാർക്കോഴ ആരോപണത്തിൽ പ്രതിപക്ഷത്തിന്റെ പുതിയ നീക്കം. അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തല ഗൂഢാലോചന എന്ന് വി ഡി സതീശൻ കത്തിൽ പറയുന്നു. വി വി അരുൺ വിശദാംശങ്ങളുമായി ചേരും. അരുൺ, നിയമസഭാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച ദിവസം തന്നെയാണ് പുതിയ കരുനീക്കവുമായി, പ്രത്യേകിച്ച് ബാർക്കോഴയിൽ പുതിയ നീക്കവുമായി പ്രതിപക്ഷം എത്തുന്നത്, അല്ലെ? തീർച്ചയായും പ്രതിപക്ഷം ബാർക്കോഴ ആരോപണം വിവാദത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കൂടുതൽ കടുത്ത നീക്കങ്ങളിലേക്ക് മാറുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിജിലൻസിന് കത്ത് നൽകിയത്. ബാർക്കോഴ ആരോപണത്തിൽ അന്വേഷണം വേണം, അതിൽ ഉദ്യോഗസ്ഥ സർക്കാർ തല രാഷ്ട്രീയ തല ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ആരോപണം. ടൂറിസം എക്സൈസ് മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, ബാർ ഉടമകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ആരോപണം ഉയർന്നത്. ബാർ ഉടമകളുടെ യോഗം തന്നെ ഇതിനുവേണ്ടി പണം പിരിവിന് വേണ്ടിയായിരുന്നു യോഗം നടന്നത്. ബാർ മദ്യനയ ഭേദഗതി അജണ്ടയാക്കിയാണ് 2024 മെയ് 21 ബാർ ഉടമകളുടെ യോഗം ടൂറിസം വകുപ്പ് ഓൺലൈനായി വിളിച്ചു ചേർത്തത്. ഇത് ഉന്നതതല ഗൂഢാലോചനയ്ക്ക് തെളിവായി പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. മദ്യനയം മാറ്റിയതാണ്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ബാർ ഉടമകളിൽ നിന്ന് കൈക്കൂലി പണം ശേഖരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുള്ള ബാർ ഉടമകളുടെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റിന്റെ അനിമോന്റെ ശബ്ദ സന്ദേശമെന്നും ഇതിൽ പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. സഭയിൽ ആദ്യ ദിവസം അടിയന്തര പ്രമേയ നോട്ടീസായി പ്രതിപക്ഷം കൊണ്ടുവരുന്നതും ഈ ബാർക്കോഴ ആരോപണമാണ്. ഇന്ന് യഥാർത്ഥത്തിൽ സഭയിൽ ശൂന്യവേള ഒഴിവാക്കാനാണ് സ്പീക്കർ ആലോചിച്ചത്. കാരണം സഭയിലെ അംഗങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ ഇതുവരെയും ഈ സഭയിലെ അംഗങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ ഇതുവരെയും എടുത്തിരുന്നില്ല. ഇന്ന് അത് എടുക്കാൻ തീരുമാനിച്ചു. കാരണം രണ്ട് മന്ത്രി കെ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഒരുപക്ഷെ ഈ 2-3 ദിവസം കൂടി സഭാംഗങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അവർ പാർലമെന്റിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് അവർ അംഗത്വം വൈകാതെ രാജിവെക്കും. അതുകൊണ്ട് അതിനു മുമ്പ് ഒരു ഫോട്ടോ സെഷനാണ് സ്പീക്കർ ഉദ്ദേശിച്ചത്. പക്ഷേ ഫോട്ടോ സെഷൻ സഹകരിക്കണമെങ്കിൽ ഇന്ന് ശൂന്യവേള വേണം, അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കാനുള്ള അനുമതി വേണം, അവസരം നൽകണമെന്ന പ്രതിപക്ഷം കടുത്ത നിലപാടോടുകൂടിയാണ് ഇന്ന് സഭയിൽ അത്തരത്തിൽ ശൂന്യവേള പോലും അനുവദിച്ചത്. അതുകൊണ്ട് സഭയിലും സഭയ്ക്ക് പുറത്ത് നിയമപരമായും ഇത്തരത്തിൽ വിജിലൻസ് അന്വേഷണം അടക്കമുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് ബാർക്കോഴ ആരോപണത്തിൽ പ്രതിഷേധം നീക്കങ്ങൾ ശക്തമാക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. കെ എം മാണിക്കെതിരെ ബാർക്കോഴ ആരോപണം ഉയർന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ വി എസ് അച്യുതാനന്ദൻ ചെയ്തതും സമാന രീതിയായിരുന്നു. സഭയ്ക്കുള്ള വിഷയം കൊണ്ടുവരുന്നു. അതിന് അപ്പുറത്ത് വി എസ് വിജിലൻസിന് പരാതി നൽകി. വി എസിന്റെ പരാതിയിലാണ് പിന്നീട് വിജിലൻസ് കേസെടുക്കുകയും ഏറെ കൊള്ള ഉണ്ടാക്കിയ അന്വേഷണ റിപ്പോർട്ടൊക്കെ അതാണ് സാഹചര്യം. ആ ഒരു സാഹചര്യം ഇവിടെയും ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. പ്രധാനമായും അന്വേഷണം ആവശ്യപ്പെട്ടാണ് വിജിലൻസിന് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയത്. അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അതിലാണ് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്നത്തെ പ്രതിപക്ഷം വലിയ പ്രതിരോധത്തിലായിരുന്നു, സമ്മർദ്ദത്തിലായിരുന്നു. ചെറിയ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോകുന്ന സർക്കാരായിരുന്നു. പ്രതിപക്ഷം വളരെ കരുത്തരമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഒരു അന്വേഷണത്തിന് മാത്രമല്ല കോൺഗ്രസിലെയും UDF-ലെയും ഒക്കെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് പോരും ഒക്കെ അന്നത്തെ ആരോപണത്തിനും അതിന് പിന്നിലെ ഈ തെളിവെടുപ്പുകൾക്കുമൊക്കെ കാരണമാവുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് അന്നത്തെ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല അന്വേഷണത്തിന് വളരെ വേഗം നിർബന്ധിതനായത്. പക്ഷേ ഇപ്പോൾ അത്തരമൊരു സാഹചര്യമുണ്ടോ? ഭരണപക്ഷം സ്വാഭാവികമായും പ്രതിരോധത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടിയുടെ ക്ഷീണം അവർക്കുണ്ട്. മുന്നണിയിൽ ചില പ്രശ്നങ്ങൾ തലവെക്കുന്നുണ്ട്. എങ്കിലും അത്ര എളുപ്പം ഇതൊരു അന്വേഷണത്തിലേക്ക് ഭരണപക്ഷം കടക്കുമോ എന്ന സാധ്യതയാണ് പ്രതിപക്ഷം സംശയിക്കുന്നത്. അതിന് സാധ്യത കുറവെന്നാണ് അവരുടെ പൊതുവിലയിരുത്തൽ. എങ്കിലും ആ ഒരു നീക്കം നടത്തുകയാണ് പ്രതിപക്ഷം. വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സഭയ്ക്കുള്ളിൽ പ്രക്ഷോഭം ആരംഭിക്കും. അതിനപ്പുറത്തേക്ക് സഭയ്ക്ക് പുറത്ത് നാളെ നിയമസഭയിലൊക്കെ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സഭയ്ക്കകത്തും പുറത്തും അതിന് അപ്പുറത്തേക്ക് നിയമപരമായും ഒക്കെയുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് പ്രതിപക്ഷ നീക്കം. എത്രത്തോളം ഇത് ഫലം കാണുമെന്ന് സർക്കാരിന്റെ നീക്കം എന്തെന്നുകൂടി അറിഞ്ഞ ശേഷമേ നമുക്ക് പറയാൻ കഴിയൂ. ശരി, വളരെ നന്ദി വിശദമായ വിവരങ്ങൾക്ക് ദിവ്യാരും. മൂന്നാം മോദി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ ഏതൊക്കെയെന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം. ആദ്യ മന്ത്രിസഭാ യോഗവും ഇന്ന് ചേരും. പ്രധാനമന്ത്രിയും മന്ത്രിമാരും അടക്കം 72 പേരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. രാകേഷ്, ഇന്നലെ 72 പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത്. ഇനി അറിയാനുള്ളത് നിർണായകമായ വകുപ്പുകൾ ആർക്കൊക്കെ, ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ ലഭിക്കും എന്നാണ്. ഏറ്റവും പ്രധാനമായി നിർണായക വകുപ്പുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ കൈവശം വയ്ക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്, അല്ലേ? ഭവ്യ 72 പേരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രധാനമന്ത്രിയും 71 മന്ത്രിമാരും, അങ്ങനെ 72 പേർ. അതിൽ ക്യാബിനറ്റ് മന്ത്രിമാർ 30 പേർ, സ്വതന്ത്ര ചുമതല 5 പേർക്ക്, സഹമന്ത്രി സ്ഥാനം 36 പേർക്ക് എന്നിങ്ങനെയായിരുന്നു
മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. ഏതായാലും ഭവ്യ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട പദവികൾ BJP തന്നെ കൈവശം വയ്ക്കും. കാരണം കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത 7-8 പേർ ഇത്തവണ വിജയിച്ചിട്ടുണ്ട്. രാജ്നാഥ് സിംഗ്, അമിത്ഷാ, ഗഡ്കരി, ഒപ്പം നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ ഇവരൊക്കെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിമാരാണ്. അതിന് പുറമെ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഇത്തവണ വീണ്ടും എത്തുകയാണ്. ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം BJPയുടെ ദേശീയ അധ്യക്ഷനാണ്. പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ അദ്ദേഹത്തിന് നൽകേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് ശിവരാജ് സിംഗ് ചൗഹാനാണ്. ചൗഹാൻ 8 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മധ്യപ്രദേശിലെ വിദിഷയിൽ നിന്ന് വിജയിച്ചു. മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്, വളരെ സീനിയറായ നേതാവാണ്. സ്വാഭാവികമായും പ്രധാനപ്പെട്ട വകുപ്പ് അദ്ദേഹത്തിനും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനുശേഷമായിരിക്കും സഖ്യകക്ഷികളുടെ ഒരു മന്ത്രിസ്ഥാനം, അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ വകുപ്പുകളിലായിരിക്കും സഖ്യകക്ഷികൾക്കെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഏതായാലും TDPക്ക് ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവുമാണുള്ളത്. സമാനമായ രീതിയിൽ തന്നെയാണ് JDUവിനും മന്ത്രിസ്ഥാനം നൽകിയത്. അങ്ങനെയെങ്കിൽ ഗ്രാമവികസനം പോലുള്ള വകുപ്പുകൾ ഒരുപക്ഷെ JDUവിന് ലഭിച്ചേക്കാം. ജലശക്തി വകുപ്പും JDU ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ ധനകാര്യ വകുപ്പിലെ സഹമന്ത്രി സ്ഥാനം, അത്തരം വകുപ്പുകൾ വെച്ച് തൽക്കാലം ഒരു സമവായത്തിലേക്ക് കക്ഷികളുമായി ഇതിനോടൊപ്പം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് സൂചന. ഏതായാലും പ്രഖ്യാപനത്തിന് ഇനി അധികം സമയം ബാക്കിയില്ല. ഉടൻ തന്നെ പട്ടിക പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിക്കും ഒപ്പം തന്നെ ജോർജ് കുര്യനും ഏതാണ് വകുപ്പ് എന്ന കാര്യത്തിലാണ് ഇനി അറിയേണ്ടത്. സുരേഷ് ഗോപി നേരത്തെ ക്യാബിനറ്റ് മന്ത്രിയാകുമോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ക്യാബിനറ്റ് പദവിയും സ്വതന്ത്ര ചുമതലയും അദ്ദേഹത്തിന് ലഭിച്ചില്ല. പകരം സഹമന്ത്രി സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. കാരണം തൃശ്ശൂരിൽ നിന്ന് വലിയ വിജയം അദ്ദേഹം നേടുന്നു. BJPയുടെ ആദ്യമായി BJP ടിക്കറ്റിൽ വിജയിച്ചു വന്ന വ്യക്തി അടക്കം വലിയ പ്രത്യേകതകളുണ്ട്. വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ തൃശ്ശൂരിൽ വിജയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ തന്നെ ഏത് വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമായിരിക്കും ലഭിക്കുക എന്ന അഭ്യൂഹം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വൈകിട്ടാണ് മന്ത്രിസഭ യോഗം ചേരുന്നത്. ആദ്യ ക്യാബിനറ്റ് ഇന്നാണ് ചേരുന്നത്. അതിന് മുൻപായി ഏതായാലും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകും. ഭവ്യ, തീർച്ചയായും ER രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിൽ ഉടൻ തന്നെ വളരെ വേഗം തന്നെ തീരുമാനമാകും പ്രതീക്ഷയാണ്. ഏറ്റവും പ്രധാനമായി കേരളക്കാർ ഉറ്റുനോക്കുന്നത് സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും അടക്കം ഏത് വകുപ്പുകളായിരിക്കും ലഭിക്കുക എന്നതാണ്. അതോടൊപ്പം മിന്നും വിജയം കാഴ്ചവെച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയ സുരേഷ് ഗോപിക്ക് പ്രധാനമായും അദ്ദേഹത്തിന് ലഭിച്ച മന്ത്രിസ്ഥാനത്തിൽ അദ്ദേഹം തൃപ്തനാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും അതിനുള്ള ഉത്തരവും വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ER വിശദാംശങ്ങൾക്ക്. സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്തിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ലഭിക്കുന്ന പൊതുസ്വീകാര്യതയും സുരേഷ് ഗോപിയുടെ ഇമേജും പാർട്ടിയുടെയും മുഖം മെച്ചപ്പെടുത്തുമെന്ന് BJP വിലയിരുത്തുന്നു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രതിഫലിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിശ്വാസം. ഡാനിപ്പോളുടെ റിപ്പോർട്ട് കാണാം. രാത്രിയിലും തുടരുന്ന വലിയ ആവേശം തന്നെയായിരുന്നു തൃശ്ശൂരിൽ എവിടെയും കാണാൻ കഴിഞ്ഞത്. കാരണം ലോക്സഭയിലേക്ക് ഇതാദ്യമായി BJP അക്കൗണ്ട് തുറക്കുന്നു. അതും ഏറെ പറഞ്ഞു കേട്ട തൃശ്ശൂരിൽ നിന്ന് തന്നെ സുരേഷ് ഗോപി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് അയക്കാൻ അവർക്ക് BJP പ്രവർത്തകർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. BJPക്ക് പുറത്ത് വലിയൊരു വോട്ട് നേടുവാനും സുരേഷ് ഗോപിക്ക് വ്യക്തിഗത എന്ന രീതിയിൽ തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഇതെല്ലാം BJPയുടെ ഈ ഒരു ആവേശത്തെ ഉയർത്തുമ്പോൾ അതിന് തക്കതായ രീതിയിലുള്ള ഒരു അംഗീകാരം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെ നരേന്ദ്രമോദിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് തൃശ്ശൂരിലും കേരളത്തിൽ പൊതുവെയും തന്നെയും BJPക്ക് ഉണ്ടാവുന്നത്. ഇതിനെ എങ്ങനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താമെന്നത് തന്നെയാണ് BJP ആലോചിക്കുന്നത്. മുന്നോട്ടുള്ള പോക്കുകളുമെല്ലാം ആ രീതിയിൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃശ്ശൂരിന് പുറത്തും ഈ ഒരു ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഇമേജും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥാനലബ്ധിയുമെല്ലാം എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നത് തന്നെയാണ് BJP കൂടുതലായും ചർച്ച ചെയ്യുന്നത്. വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഇതിലെല്ലാം BJP വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കാരണം തൃശ്ശൂരിലുള്ള BJP പ്രവർത്തകർ പൊതുവെയും പറയുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ ആഞ്ഞു പിടിച്ചാൽ കിട്ടാവുന്നതേയുള്ളൂ എന്ന് അവർ വിശ്വസിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. കാരണം നിലവിലുള്ള ഒരു വോട്ടിംഗ് ഷെയറും കാര്യങ്ങളുമെല്ലാം നോക്കുമ്പോൾ BJPക്ക് അത് തൃശ്ശൂർ കോർപ്പറേഷനിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് BJP പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കാര്യം അത്
അവർക്ക് കൂടുതൽ ഊർജം പകരും. അത്തരം ചിന്തകളിലേക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതിന് BJPക്ക് കഴിയുകയും ചെയ്യും. സുരേഷ് ഗോപിയുടെ ആ ഒരു ഇമേജ് തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കടന്നുവരവെല്ലാം പുതിയ തലത്തിലേക്ക് BJPയുടെ പ്രവർത്തനത്തെ മാറ്റിയെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം BJPക്ക് അപ്പുറത്തേക്ക് ഒരു പൊതു സ്വീകാര്യത സുരേഷ് ഗോപിക്കുണ്ട്. അതിലൂടെ BJPക്കും അത് ലഭിക്കുമെന്ന് തന്നെയാണ് അവർ വിലയിരുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ മുന്നോട്ടുള്ള വഴികളിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം നിർണായക ഘടകമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനെ ആഴത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് പാർട്ടി നേതൃത്വം മുതിരുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് BJPക്ക് ക്രിസ്ത്യൻ വോട്ടുകളിലടക്കമുണ്ടായിരിക്കുന്ന ഒരു മേൽക്കൈയുണ്ട്. അത് കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്നത് തന്നെയാണ്. അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കടക്കം, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുണ്ടാകും. അപ്പോൾ ഇതിലെല്ലാം മുതൽക്കൂട്ടാകുന്ന രീതിയിലേക്ക് സുരേഷ് ഗോപിയെ പ്രയോജനപ്പെടുത്തുക, സുരേഷ് ഗോപിയുടെ ഇമേജ് തൃശ്ശൂരിന് പുറത്തും അത് ഉപയോഗപ്പെടുത്തുക എന്ന രീതിയിലുള്ള ഒരു തന്ത്രങ്ങൾ തന്നെയാണ് BJP മുന്നോട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇനിയുള്ള നാളുകൾ BJPക്ക് വളരെ നിർണായകം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന പോലെ തന്നെ അടുക്കും ചിട്ടയുമോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. BJPയുടെ ജില്ലാ നേതൃത്വത്തെ അടക്കം ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം വിജയിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിൽ തന്നെയാണ് ശ്രദ്ധയൂന്നുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനലബ്ധി അടക്കം BJPക്ക് തൃശ്ശൂരിന് പുറത്തും സുവർണ നാളുകളാക്കി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിക്കൊണ്ടാണ് BJPയുടെ ഇപ്പോഴത്തെ ഒരു മുന്നോട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഇനി രാഷ്ട്രീയത്തിലും സൂപ്പർ സ്റ്റാർ. ലക്ഷ്യപ്രാപ്തിക്കായി ഏതറ്റം വരെ പോകാനുള്ള മനക്കരുത്താണ് സുരേഷ് ഗോപി എന്ന സിനിമാ താരത്തെ രാഷ്ട്രീയത്തിലും ഏകലവ്യനാക്കുന്നത്. ജനപക്ഷമായിരുന്നു സിനിമകളിലും സുരേഷ് ഗോപി എന്ന നേതാവിന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോഴും മാറ്റമില്ല. ശരികൾക്കു വേണ്ടി പോരാടുന്ന ജനനേതാവായി കേന്ദ്രത്തിലിനി കേരളത്തിന്റെ ശബ്ദമാകും മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ. സിനിമയിലെ കഥാപാത്രങ്ങളെപ്പോലെ പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കേണ്ട കാലമാണ് മുന്നിൽ. പ്രേക്ഷക ഹൃദയം കീഴടക്കുന്ന കഥാപാത്രങ്ങളാകാനെടുത്ത കടുത്ത പ്രയത്നങ്ങൾക്കപ്പുറമാണ് ജനാധിപത്യത്തിലെ സുരേഷ് ഗോപി എന്ന നേതാവ്. സിനിമാ താരം എന്നതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ വിജയക്കൊടി പാറിക്കാനാകില്ലെന്ന തിരിച്ചറിവോടെയുള്ള പ്രവർത്തനമാണ് സുരേഷ് ഗോപിയെ ജനകീയനാക്കിയത്. പാർലമെന്റ് അംഗമായി തൃശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി തറ പറ്റിച്ചത് കേരള രാഷ്ട്രീയത്തിലെ ജയൻ കില്ലർ കെ മുരളീധരനെയും ജനകീയ മുഖത്തിന്റെ പര്യായമായ VS സുനിൽകുമാറിനെയുമാണ്. രാഷ്ട്രീയക്കാരനാകും മുൻപേ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങളെ സഹായിച്ചും ജനമനസ്സുകളിൽ ഇടം നേടിയ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ലഭിച്ച അംഗീകാരം തന്നെയാണിത്. കഷ്ടപ്പെടുന്നവനെ അറിഞ്ഞു സഹായിക്കാനും അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനുമുള്ള ആ മനോഭാവമാണ് അദ്ദേഹത്തെ ജനകീയനാക്കിയത്. നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളും കടന്നു വളർന്നാണ് അദ്ദേഹം ഇന്ന് കാണുന്ന തലത്തിലെത്തിയത്. നായകവേഷത്തിൽ മിന്നുന്ന സുരേഷ് ഗോപിക്കൊപ്പം രാഷ്ട്രീയത്തിലെ സുരേഷ് ഗോപിയും പലർക്കും അത്ഭുതമായി. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിഗതമായ മികവുകളെ പരിഗണിച്ച നേതാവ്, വ്യക്തിപരമായ വോട്ടുകൾ കൊണ്ട് ജയിച്ചു കയറിയ അപൂർവം സ്ഥാനാർത്ഥികളിൽ ഒരാൾ. മലയാള സിനിമയ്ക്കും ഒപ്പം മനുഷ്യനെ സ്നേഹിക്കുന്നവർക്കും ലഭിക്കുന്ന അംഗീകാരമാണ് സുരേഷ് ഗോപിയുടെ ജനപിന്തുണ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിസഭയിൽ. BJPയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ജോർജ് കുര്യൻ കേരളത്തിന് സുപരിചിതമായ മുഖം കൂടിയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു അദ്ദേഹം. കോട്ടയം കാണക്കാരി നമ്പ്യാർകുളം സ്വദേശിയാണ് ജോർജ് കുര്യൻ. 4.5 പതിറ്റാണ്ട് കാലമായി BJPയിൽ സജീവം. നിലവിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി. 1977 അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി ജനതയിലൂടെയാണ് ജോർജ് കുര്യൻ പൊതുരംഗത്തെത്തുന്നത്. 1980 മുതൽ BJPക്കൊപ്പമുണ്ട് ജോർജ്. BSc LLB ബിരുദധാരി, ആർട്സിൽ ബിരുദാനന്തര ബിരുദം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ദേശീയ നിർവാഹക സമിതി അംഗം, സംസ്ഥാന വക്താവ്, യുവമോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, അഖിലേന്ത്യാ സെക്രട്ടറി, ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി, എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി,
ഫൈൻ ആർട്സ് സൊസൈറ്റി സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ സ്ഥാനവും ജോർജ് കുര്യനെ തേടിയെത്തി. കോട്ടയം, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ നിന്നായി 3 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടി. 2016 ഉമ്മൻചാണ്ടിക്കെതിരെയാണ് നിയമസഭയിലേക്കുള്ള കന്നി മത്സരം. 15,993 വോട്ടുകളാണ് ജോർജ് കുര്യൻ അന്ന് BJPക്കായി പിടിച്ചത്. BJPയുടെ ന്യൂനപക്ഷ മുഖം എന്ന നിലയിൽ പാർട്ടിക്കിടയിൽ ശക്തമായ സ്ഥാനമുണ്ടാക്കിയെടുത്തയാളാണ് ജോർജ് കുര്യൻ. ക്രിസ്ത്യൻ ന്യൂനപക്ഷ പ്രതിനിധി എന്ന നിലയിലാണ് മന്ത്രിസഭയിൽ അംഗത്വം ലഭിച്ചത്. BJP കേന്ദ്ര നേതൃത്വവുമായുള്ള ബന്ധം ജോർജിന് തുണയായി. ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ നിർണായക പ്രവർത്തനങ്ങൾ നടത്തി. റിട്ടയർഡ് മിലിറ്ററി നഴ്സായ അന്നമ്മയാണ് ജോർജിന്റെ ഭാര്യ. ആദർശ്, ആകാശ് എന്നിവരാണ് മക്കൾ. ജോർജ് കുര്യന്റെ കേന്ദ്ര മന്ത്രിസ്ഥാനം എന്നത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്ഥാനമുണ്ടാക്കിയെടുക്കാനുള്ള BJP ആഗ്രഹങ്ങൾക്ക് കൂടി കരുത്തേകുന്നതാണ്, ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. BJP രൂപീകൃതമായ അന്ന് മുതൽ കേരളത്തിൽ ജോർജ് കുര്യനുമുണ്ട് എന്നതാണ് പ്രത്യേകത. എന്തായാലും അപ്രതീക്ഷിതമായി എത്തിയ അംഗീകാരമാണ് അദ്ദേഹത്തെ തേടിയെത്തത്. വളരെ വേഗം തിരിച്ചെത്താം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. അഞ്ചു പേർക്കാണ് സ്വതന്ത്ര ചുമതല നൽകിയത്, 36 പേർക്കാണ് സഹമന്ത്രി സ്ഥാനം. അങ്ങനെ 71 മന്ത്രിമാർ ആണ് ഇന്നലെ പ്രധാനമന്ത്രി കൂടാതെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഇതിൽ എൽദോ സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് തന്നെ ആദ്യം വരാം. വകുപ്പുകളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെയാണ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ കഴിഞ്ഞ തവണ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത 5 മന്ത്രിമാർ ഇത്തവണയും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, S ജയശങ്കർ, ഒപ്പം തന്നെ നിതിൻ ഗഡ്കരി. ഇതിൽ അമിത്ഷാ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിസഭയുടെ ഭാഗമായിരുന്നില്ല. അദ്ദേഹം അന്ന് BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു. അന്ന് രാജ്നാഥ് സിംഗ് ആണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പിലേക്ക് മാറുകയും അമിത്ഷാ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുകയും ചെയ്തു. നിർമ്മല സീതാരാമൻ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ആദ്യം വാണിജ്യ വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായിരുന്നു, പിന്നീട് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മന്ത്രിയായി. കഴിഞ്ഞ തവണ ധനകാര്യ വകുപ്പാണ് നിർമ്മല കൈകാര്യം ചെയ്തിരുന്നത്. S ജയശങ്കർ ഇത്തവണയുമുണ്ട്. കഴിഞ്ഞ തവണ വിദേശകാര്യ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത്തവണയും S ജയശങ്കർ തന്നെ ആ പദവിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. നിതിൻ ഗഡ്കരി കഴിഞ്ഞ 2 തവണയും ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. അദ്ദേഹവും ആ വകുപ്പിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സഖ്യകക്ഷികളുടെ വലിയ വിലപേശൽ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് ഈ പട്ടിക കണ്ടാൽ മനസ്സിലാവുക. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം TDPയും JDയും ആവശ്യപ്പെട്ടിരുന്നത് 4 മന്ത്രിസ്ഥാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ 71 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ഒന്നാം മോദി സർക്കാരിനേക്കാൾ അല്ലെങ്കിൽ രണ്ടാം മോദി സർക്കാരിനുമായി താരതമ്യം ചെയ്യുമ്പോൾ മന്ത്രിമാരുടെ എണ്ണത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇനി ഒരു മന്ത്രിസ്ഥാനം ഈ രണ്ട് കക്ഷികൾക്കും, അതായത് NDAയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കക്ഷികൾക്ക് ഇനി നൽകാൻ സാധ്യതയില്ല. ഒരു ക്യാബിനറ്റ് പദവിയും ജമ്മു കാശ്മീരിലെ റിയാസിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കി സുരക്ഷാസേന. കൊല്ലപ്പെട്ട 10 പേരും UP സ്വദേശികളാണ്. ഭീകരർ ബസ്സിന് നേരെ വെടിവെക്കുകയും തുടർന്ന് ബസ് നിയന്ത്രണം വിട്ട് മറിയുകയുമായിരുന്നു. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരും. രാകേഷ്, സുപ്രധാനമായ ദിവസമാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത് എന്നതും കൂട്ടി വായിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാണോ? ഏതെങ്കിലും സൂചന സൈന്യത്തിന് ലഭിക്കുന്നുണ്ടോ ഈ ഭീകരരെ കുറിച്ച്? ഭവ്യ, ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. CRPFന്റെയും ഒപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് 6:10 ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ശിവകോടിയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ശിവകോടിയിൽ ദർശനത്തിന് ശേഷം കട്രയിലെ മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. 2 വശത്തു നിന്നും ബസ്സിന് നേരെ ആദ്യം വെടിയുതിർക്കുന്നു. തുടർന്ന് ഈ വെടിവയ്പ്പിൽ ഡ്രൈവർക്ക് പരിക്കേൽക്കുന്നു. തുടർന്ന് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും ബസ് കൊക്കയിലേക്ക് മറിയുകയുമായിരുന്നു. 53 പേരാണ് ഈ ബസ്സിലുണ്ടായിരുന്നതിൽ 10 പേർ കൊല്ലപ്പെട്ടു, 33 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവർ ചികിത്സയിലാണ്. ഏതായാലും അതിനുശേഷം ഭീകരർക്കായുള്ള തിരച്ചിൽ ജമ്മു കാശ്മീർ പോലീസും ഒപ്പം തന്നെ CRPFന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു.
ഇപ്പോൾ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ പരിശോധന നടത്തി വരികയാണ്. NIA സംഘവും അല്പസമയത്തിനകം തന്നെ പ്രദേശത്ത് എത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയത്തെ കാണുന്നു. പ്രധാനമന്ത്രി ലഫ്റ്റനന്റ് ഗവർണറുമായി ആശയവിനിമയം നടത്തി. ഒപ്പം തന്നെ ജമ്മു കശ്മീർ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ള പറഞ്ഞുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് 70-80 ഭീകരർ ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ജമ്മു കശ്മീർ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും സമീപ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ട് ഭീകരർ എന്ന നിഗമനം ആണ് പോലീസിനും ഒപ്പം തന്നെ സുരക്ഷാ സേനയ്ക്കുമൊക്കെ ഉള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ തുടരുകയാണ്. ഒപ്പം കേന്ദ്രവും ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി നിരീക്ഷിച്ചു വരികയാണ്. ഭവ്യ. ശരി, നന്ദി. ആർ രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാജ്യസഭാ സീറ്റ് വിഭജനത്തിന് ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് CPIയും കേരള കോൺഗ്രസ് എമ്മും വ്യക്തമാക്കി കഴിഞ്ഞു. മുന്നണിയിലെ പ്രതിസന്ധി ഒഴിവാക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് CPM നേതൃത്വം തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. വൈകിട്ട് 4-നാണ് ഇടതുമുന്നണി യോഗം. MG മിഥുൻ വിവരങ്ങൾ പങ്കുവയ്ക്കും. മിഥുൻ, എന്താണ് പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുല? ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. ഇതിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ച CPIയുമായും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മുമായും CPM നടത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് ഇരു പാർട്ടി നേതാക്കളും വ്യക്തമാക്കുകയും ചെയ്തത്. ജോസ് കെ മാണി ആയാലും ഒപ്പം തന്നെ വിനോദ് വിഷയമായാലും പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റാണ്, അത് വിട്ടുകൊടുക്കാൻ യാതൊരു തരത്തിലും തയ്യാറല്ല എന്നൊരു നിലപാടിലേക്ക് അവർ എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു രമ്യതയിൽ ഈ ഒരു വിഷയം പരിഗണിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു നടപടിയായിരിക്കാം ഒരു പക്ഷേ CPM കൈക്കൊള്ളുക. നിലവിൽ 2 സീറ്റുകളാണ് ഇടതുമുന്നണിക്കായി ഒഴിവ് വന്നിട്ടുള്ളത്. അതിലൊന്ന് CPIക്കുള്ളതാണ്, ഒന്ന് CPMനുള്ളതാണ്. ആ CPMനുള്ള സീറ്റ് അത് കേരള കോൺഗ്രസിന് എമ്മിന് നൽകി അത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാകാം ഇനി അങ്ങോട്ട് പോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഇക്കാര്യത്തിൽ ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകുമെന്നാണ് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സീറ്റ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ഉള്ളത്. കാരണം ഈ പ്രശ്നം മുന്നോട്ട് പരിഹരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റിട്ടുള്ള തിരിച്ചടി അത് ഒരു തരത്തിലും തങ്ങൾക്ക് സീറ്റ് നൽകാതിരിക്കാനുള്ള ഒരു ഉപാധിയായി കാണാൻ സാധിക്കില്ല എന്നൊരു നിലപാടിലേക്ക് കേരള കോൺഗ്രസ് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വൈകിട്ട് 4 മണിക്കാണ് യോഗം ചേരുന്നത്. നാളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി അന്തിമ തീരുമാനമൊരുക്കി CPIയുടെയും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിനാണ് സീറ്റ് നൽകുന്നതെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയോട് പ്രഖ്യാപിക്കാൻ തന്നെയാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു പരിഹാരത്തിന് സാധ്യതയുള്ളൂ. കളമൊരുങ്ങുകയിൽ എന്തായാലും കേരള കോൺഗ്രസിന് സീറ്റ് നൽകി പ്രശ്നം ഒരുപക്ഷേ രമ്യതയിൽ പരിഹരിക്കാനായിരിക്കാം മുന്നണിയുടെ തീരുമാനം. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥി ഇന്ന് പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും പ്രഖ്യാപനം. സുപ്രീംകോടതി അഭിഭാഷകനായ ഹാരിസ് ബീരാനെയാണ് ലീഗ് പരിഗണിക്കുന്നത്. CB അനുമോദ് ചേർന്ന വിവരങ്ങളുമായി. അനുമോദ്, ഈ യൂത്ത് ലീഗിന്റെ ആവശ്യം ഇത്തവണയും പരിഗണിച്ചില്ല അല്ലെ? ഈ ഹാരിസ് ബീരാനിലേക്ക് എന്ന പേരിലേക്ക് ലീഗ് തീരുമാനത്തിലെത്തുന്നു അല്ലെ? ഭവ്യ, അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. യൂത്ത് ലീഗിന് രാജ്യസഭയിലേക്ക് പരിഗണന നൽകുമെന്നായിരുന്നു നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ ലീഗ് നൽകിയിരുന്ന ഉറപ്പ് അല്ലെങ്കിൽ വാഗ്ദാനം. എന്നാൽ രാജ്യസഭാ സീറ്റിലേക്ക് വരുമ്പോൾ യൂത്ത് ലീഗിന് ഇത്തവണയും കാത്തിരിക്കാനാണ് യോഗം. കാരണം ഇത്തവണയും യൂത്ത് ലീഗിന് അർഹമായ പരിഗണന നൽകുന്നില്ല, കിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഹാരിസ് ബീരാന്റെ പേരാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ ഈ പ്രഖ്യാപിക്കാനിരിക്കുന്നത് എന്നാണ് വിവരം. അതേസമയം യൂത്ത് ലീഗിൻ്റെ ഒരു പരാതി, അവരുടെ ഈ ഒരു ആവശ്യം ന്യായമാണെന്നും നിലവിലെ സാഹചര്യത്തിൽ അത് നൽകാൻ കഴിയുന്നതല്ല എന്നും അറിയിക്കും. ഒപ്പം തന്നെ നിയമസഭയിലേക്ക് ന്യായമായ രീതിയിലുള്ളൊരു പരിഗണന കൊടുക്കുമെന്നൊരു ഉറപ്പ് യൂത്ത് ലീഗിന് നൽകുമെന്നാണ് നമുക്ക് നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും യൂത്ത് ലീഗ് ഒരുപക്ഷെ പരസ്യ പ്രതിഷേധത്തിനോ പ്രതികരണത്തിനോ ഒന്നും തയ്യാറാകില്ല. കാരണം ലീഗിൻ്റെ ഒരു ശൈലി നമുക്കറിയുന്നതാണ്. എല്ലാം പാർട്ടി നേതൃത്വം തീരുമാനിക്കുമ്പോൾ അതനുസരിക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ഒരുപക്ഷെ പ്രതിഷേധമുണ്ടെങ്കിൽ പോലും അത് പരസ്യമായുള്ളൊരു പൊട്ടിത്തെറിയിലേക്കൊന്നും യൂത്ത് ലീഗ് കൊണ്ടുവരില്ല എന്ന് തന്നെയാണ് ഉറപ്പ്. നേരത്തെ തന്നെ ഈ ഒരു രാജ്യസഭാ സീറ്റിന് ആവശ്യവുമായി മുതിർന്ന നേതാക്കളടക്കം PMS എല്ലാം അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ലീഗ് നേതൃത്വം ഹാരിസ് ബീരാന്റെ പേരിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12 മണിയോടെ ആയിരിക്കും തിരുവനന്തപുരം പാണക്കാട് ഹാളിൽ വെച്ച് പ്രഖ്യാപനം ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതാദ്യമായിട്ടാണ് മലപ്പുറം പാണക്കാടിന് പുറത്തു വെച്ച്
ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ലീഗ് നടത്തുന്നത് എന്നതുകൂടിയാണ്. സാദിഖലി ശിഹാബ് തങ്ങളടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പ്രഖ്യാപനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് എന്നാണ് നേതൃത്വം നൽകുന്ന വിവരം. ഭവ്യ. ശരി, നന്ദി. സിബി അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയുടെ പ്രാഥമിക വിലയിരുത്തലിന് സിപിഐ സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇന്ന് ചേരും. ഇന്നലെ ചേർന്ന തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുവരെ തിരുവനന്തപുരം ജില്ലാ നിർവാഹക സമിതിയിൽ ആവശ്യമുണ്ടായി. സിപിഐ മത്സരിച്ച 4 സീറ്റുകളും തോറ്റതിൽ നേതാക്കളിലും അണികളിലും കടുത്ത അതൃപ്തിയുണ്ട്. രാജ്യസഭാ സ്ഥാനാർത്ഥി നിർവാഹക സമിതി തീരുമാനിക്കും. കെ പ്രകാശ് ബാബു, ആനി രാജ, പി സുനീർ എന്നിവരാണ് പരിഗണനയിലുള്ളത്. രാവിലെ 10-ന് പട്ടം PS സ്മാരകത്തിലാണ് യോഗം ചേരുക. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കൂട്ടപ്പനയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്ത നിലയിൽ. അറപ്പൂരവില വീട്ടിൽ മണിലാൽ, ഭാര്യ സ്മിത, മകൻ അഭിലാൽ എന്നിവരെയാണ് വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെയ്യാറ്റിൻകരയിൽ നിന്നും അരുൺ മോഹൻ വിവരങ്ങളുമായി ചേരും. അരുൺ, എപ്പോഴായിരുന്നു സംഭവം? ആത്മഹത്യയായിരുന്നു അല്ലേ? അരുൺ, കേൾക്കാമോ? ഭവ്യ, ഇന്ന് രാവിലെ ഹലോ അരുൺ പറഞ്ഞോളൂ, കേൾക്കാം. ഭവ്യ, ഇന്നലെ രാത്രിയായിരുന്നു ഈ നാടിന് നടക്കുന്ന ഈ ഒരു സംഭവം പുറം ലോകം അറിയുന്നത്. ഈ പറയുന്ന 3 കുടുംബത്തിലെ 3 പേരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇവർ വിഷം കഴിച്ചാണ് മരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഇവർക്ക് ഈ കുടുംബം നേരിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ പറയുന്ന മരിച്ച അഭിലാൽ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം നേരത്തെ പാറശാല MLA CK ഹരീന്ദ്രന്റെ ഡ്രൈവറായിരുന്നു. അതിനുശേഷം ജോലിയിൽ നിന്നതിന് ശേഷം എറണാകുളത്തെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായി പോവുകയായിരുന്നു. ഭാര്യ തയ്യൽ തൊഴിലാളിയാണ്, മകൻ വിദ്യാർത്ഥിയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഇവർ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ അവശരാകുകയും തുടർന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ അവരെ എത്തിച്ചതും തുടർന്ന് മരണത്തിന് കീഴടങ്ങിയതായി സ്ഥിരീകരിച്ചതും. എന്തായാലും 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം ഈ പറയുന്ന അഭിലാലിന്റെ ഭാര്യ എഴുതിയെന്ന് പറയുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പും നെയ്യാറ്റിൻകര പോലീസിന് ലഭിച്ചതായി പറയുന്നു. വരും മണിക്കൂറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. ഭവ്യ. ശരി, നന്ദി. അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വിമതർക്കെതിരെ കടുത്ത നടപടിയുമായി സിറോ മലബാർ സഭ. ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കും. നടപടി നേരിടുന്ന വൈദികർക്ക് വിവാഹം നടത്തുവാനും അധികാരമില്ല. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് സർക്കുലർ പുറപ്പെടുവിച്ചത്. നവമി ദിനേശ് ഉണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. നവമി, കടുത്ത നടപടിയിലേക്ക്, പ്രത്യേകിച്ചും വിമതർക്കെതിരെ കടുത്ത നടപടിയുമായാണ് സിറോ മലബാർ സഭ മുന്നോട്ട് പോകുന്നത് അല്ലേ? എന്തൊക്കെയാണ് നടപടി? ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇത്തരത്തിലൊരു കൂട്ട നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത. എന്തായാലും ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായി പുറപ്പെടുവിച്ച ഇക്കാര്യം പറയുന്നത്. എന്തായാലും വിമത വൈദികർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയ്ക്ക് പുറത്താക്കുമെന്ന് ഉറച്ചു തന്നെ പറയുകയാണ്. നടപടി നേരിടുന്ന വൈദികർ പൗരോഹിത്യ ശുശ്രൂഷകളിൽ നിന്നും അതോടൊപ്പം തന്നെ വിവാഹം നടത്താനുള്ള അധികാരമില്ല, ഇതിൽ നിന്നുമൊക്കെ വിലക്കുമെന്ന് കർശനമായി തന്നെ സർക്കുലറിൽ പറയുന്നുണ്ട്. അതോടൊപ്പം മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് വിമതർക്കെതിരെ ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കാൻ സഭ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രശ്നം നമുക്കറിയാവുന്നതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധവും തർക്കങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. പിന്നീട് പോലീസും കോടതിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. മാർപ്പാപ്പ 2 തവണ നിർദ്ദേശം നൽകി. അതിനുശേഷം വീഡിയോ കോളിലൂടെയും
വൈദികരോട് ഈ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തള്ളുന്ന ഒരു സാഹചര്യം, വീണ്ടും ഈ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം പള്ളികളിൽ നിലനിന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അന്ത്യശാസനം എന്നോണം ഇനിയും ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ ജൂലൈ 3-ന് ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ ജൂലൈ 4-ന് വൈദികരെ പുറത്തു തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഈ സർക്കുലറിലൂടെ. സഭാ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ തുടരാൻ ആരെയും അനുവദിക്കില്ല എന്നും കൂടി മാർപ്പാപ്പയുടെ ഈ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ സർക്കുലർ ജൂൺ 16-ന് ഞായറാഴ്ച എല്ലാ അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിലും വായിക്കണമെന്നും കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഭവ്യ, ശരി, നന്ദി. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബെന്യാമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് ബെന്നി ഗാൻസ് രാജിവെച്ചു. ഗസയിൽ ഇസ്രായേൽ അധിനിവേശം 8ാം മാസത്തിലേക്ക് കടന്നിരിക്കെയാണ് ബെന്നി ഗാൻസ് രാജിവെച്ചത്. രാജിവെച്ച ഗാൻസ് നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. യഥാർത്ഥ വിജയത്തിലേക്ക് മുന്നേറുന്നതിൽ നിന്ന് നെതന്യാഹു ഇസ്രായേലിനെ തടയുകയാണെന്ന് ഗാൻസ് ആരോപിച്ചു. ഇനി കായിക വാർത്തകൾ നോക്കുമ്പോൾ ലോകകപ്പിലെ ആവേശകരമായ മത്സരത്തിൽ പാകിസ്ഥാനെ 6 റൺസിന് തോൽപ്പിച്ച ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 19 ഓവറിൽ 119 റൺസിന് ഓൾ ഔട്ടായെങ്കിലും ബൌളർമാർ പാകിസ്ഥാനെ വരിഞ്ഞുകെട്ടി. 20 ഓവറിൽ 7 വിക്കറ്റിന് 113 റൺസ് എന്ന നിലയിൽ അവസാനിച്ച പാകിസ്ഥാന്റെ പോരാട്ടം. ജസ്പ്രീത് ബുംറ 3 വിക്കറ്റും ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റും വീഴ്ത്തി. 15 റൺസെടുത്ത ഇമാദ് വസീമാണ് പാക് നിരയിലെ ടോപ്പ് സ്കോറർ. മഴ വൈകിപ്പിച്ച മത്സരത്തിൽ ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ ബാറ്റർമാരിൽ 42 റൺസെടുത്ത ഋഷഭ് പന്ത് മാത്രമാണ് തിളങ്ങിയത്. തിരിച്ചെത്താം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. സ്ഥാനം കൊണ്ട് ഈ രണ്ട് കക്ഷികളും തൃപ്തിപ്പെടേണ്ടി വരുമെന്ന കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അവർക്ക് ഇനി ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിൽ തീരുമാനം വരേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപായി, സാധാരണഗതിയിൽ രാവിലെയാണ് ഈ പട്ടിക പുറത്തിറങ്ങാറുള്ളത്, ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിലുള്ള പട്ടിക പുറത്തിറങ്ങാറുണ്ട്. അപ്പോൾ ഇന്ന് അല്പസമയത്തിനകം 10 മണിയോട് കൂടി ഒരു പക്ഷേ ഈ പട്ടിക പുറത്തു വരാം. വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം, പ്രഖ്യാപനം വരികയും ചെയ്യാം. ഈ രണ്ട് കക്ഷികളും നിലവിൽ ധാരണയായിട്ടുള്ളത് സംസ്ഥാനത്തിന് കൂടുതൽ കേന്ദ്ര ഫണ്ട്, ഒപ്പം തന്നെ പാക്കേജ് തുടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെ സ്റ്റേറ്റ് ഫോക്കസ് ആയ നിലപാടെടുത്തുകൊണ്ട് അവർ ഏതായാലും ഇതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത 71 മന്ത്രിമാരിൽ 33 പേർ പുതുമുഖങ്ങളാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് ആദ്യമായി മന്ത്രിസഭയിൽ വരുന്നവരാണ് 33 പേരും. അപ്പോൾ പരിചയസമ്പന്നരും ഒപ്പം തന്നെ പുതുമുഖങ്ങളും കൂടി ചേർന്നുകൊണ്ടൊരു കോമ്പിനേഷനാണ് ഏതായാലും മോദി സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ തന്നെ OBC വിഭാഗത്തു നിന്നും ഒപ്പം തന്നെ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും ഒക്കെ തന്നെ പ്രാതിനിധ്യം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഹരിയാനയിൽ നിന്നും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളാണ്, അവിടേക്കും തിരികെ വരുമ്പോൾ 10ാം ക്ലാസ് +2 പരീക്ഷകൾ പാസ്സായ എല്ലാ കുട്ടികളെയും ഒരു ജില്ലാ പഞ്ചായത്ത് ആദരിക്കുക. കേൾക്കുമ്പോഴേ അല്പം അമ്പരപ്പ് തോന്നുന്നുണ്ടോ? മലപ്പുറം വണ്ടൂരിലാണ് സംഭവം. വണ്ടൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മലാണ് 3000 കുട്ടികൾക്ക് പുരസ്കാരം നൽകുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത്. 2 ദിവസമെടുത്തു മാരത്തോൺ അവാർഡ് ദാനം പൂർത്തിയാക്കാൻ. കുട്ടികൾക്ക് അവാർഡ് നൽകിയത് വണ്ടൂർ MLA AP അനിൽകുമാറും. 2 ദിവസവും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നീണ്ടു ചടങ്ങ്. മുൻ വർഷങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയവരെ മാത്രമായിരുന്നു ആദരിച്ചതെങ്കിൽ ഇക്കുറി ജയിച്ച എല്ലാവർക്കും സമ്മാനം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. സ്വന്തം നിലയിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ ടോപ്പേഴ്സ് ഡേ ചടങ്ങ് സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷന്റെ തനത് പരിപാടിയായ ടോപ്പേഴ്സ് ഡേ 4th എഡിഷൻ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചു. ഏകദേശം 3000-ഓളം വിദ്യാർത്ഥികളെ ഈ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയുണ്ടായി. മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ വിജയിച്ച മുഴുവൻ കുട്ടികളെയും ഒരുമിച്ചിരുത്തി അവരുടെ വിജയത്തിൽ പങ്കുചേരുക, അവരുടെ സന്തോഷങ്ങളിൽ കൂടെ നിൽക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ടോപ്പേഴ്സ് ഡേ സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളായി നടന്ന ചടങ്ങിൽ ആദ്യ ദിനത്തിൽ +2 വിദ്യാർത്ഥികളെയും 2ാം ദിനത്തിൽ SSLC വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും MLA AP അനിൽകുമാർ നേരിട്ടാണ് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും മൊമന്റോകളും നൽകിയത്. ന്യൂസ് 18 മലപ്പുറം.
കേരള ആരോഗ്യ സർവകലാശാലയുടെ രജിസ്ട്രാറായി കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാറിനെ നിയമിച്ചു. ആരോഗ്യ സർവകലാശാലയുടെ അക്കാദമിക് കൌൺസിൽ, ഗവേണിംഗ് കൌൺസിൽ എന്നിവയിൽ അംഗം. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജ്, ആശുപത്രി, RMO എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഗോപകുമാറിന് 2 MDയും ഡോക്ടറേറ്റുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര ആയുഷ് വകുപ്പിന്റെയും കേന്ദ്ര ആയുർവേദ കൌൺസിലിന്റെയും ആരോഗ്യ സർവകലാശാലയുടെയും മികച്ച ആയുർവേദ അധ്യാപകനുള്ള അവാർഡ്, നാഷണൽ സർവീസ് സ്കീമിന്റെ മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള കണ്ണൂർ സർവകലാശാലയുടെ അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ലക്ഷങ്ങൾ ചെലവുള്ള വരുന്ന എൻട്രൻസ് പരീക്ഷകൾക്ക് പോകാതെ വണ്ടൂർ സ്വദേശിനി ഹന്ന പർവീൻ ഗൂഗിളും യൂട്യൂബും ഒരേ ഒരു പുസ്തകവും കൊണ്ട് നേടിയത് JEE BR എൻട്രൻസിൽ 99.31% മാർക്ക്. ഇനി NITയിൽ നിന്നും ആർക്കിടെക്ചറിൽ ബിരുദം സ്വന്തമാക്കി സ്വപ്നങ്ങൾക്ക് പിന്നാലെ പറന്നുയരാനൊരുങ്ങുകയാണ് ചിത്രകാരി കൂടിയായ ഈ മിടുക്കി. ഒരു മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് കഠിനാധ്വാനത്തിലൂടെ ഹന്ന സ്വന്തമാക്കിയ ഈ നേട്ടം നൽകുന്ന സന്ദേശം ഏറെ വലുതാണ്. ലക്ഷങ്ങൾ മുടക്കി കോച്ചിങ്ങിന് പോകാതെ ഗൂഗിളും യൂട്യൂബും നോക്കി ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത ഒരു പുസ്തകം നോക്കി പഠിച്ച് BRക്കിൽ 99.31% മാർക്ക് വാങ്ങിച്ച ഒരു മിടുക്കിയുണ്ട്. മലപ്പുറം വണ്ടൂരിൽ ഹന്ന പർവീൻ. ഹന്ന പർവീന്റെ കുടുംബത്തോടൊപ്പമാണ് നമ്മളുള്ളത്. സുധീർ ബാബു, ഉമ്മ സർഫിനീസ. അപ്പോൾ ഈ ഒരു പഠന രീതി തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എല്ലാവർക്കും തോന്നുന്നത്. സാധാരണ ലക്ഷങ്ങളാണ് ഈ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പലയിടത്തും വേണ്ടി വരിക. അതൊന്നുമില്ലാതെ സ്വന്തം വീട്ടിൽ ഒരു മൊബൈൽ ഉപയോഗിച്ച് മാത്രം ഈ പഠനം നടത്തിയത് എങ്ങനെയെന്നുള്ള ചോദ്യമാണ് ആദ്യം ഉയരുന്നത്. എന്താണ് ഹന്നയുടെ മറുപടി? എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് പഠിച്ചാൽ തന്നെ നേടിയെടുക്കാം. എന്തായാലും റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഉപ്പാനെ ബുദ്ധിമുട്ടിക്കണ്ടെന്നും വിചാരിച്ചു. ഇത് ഇവിടെ നല്ല കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു, അന്വേഷിച്ചിരുന്നു അതിനെക്കുറിച്ച്? അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവിടെയൊക്കെ തന്നെ പറഞ്ഞു ട്യൂഷൻ ഫീ 80,000 വരും, പിന്നെ ഹോസ്റ്റലും കൂടെ ആകുമ്പോഴത്തിന് 1.5 lakh വരും. 2 ലക്ഷം. എങ്ങനെയായിരുന്നു ഈ സ്വയം പഠിക്കാനുള്ള ഒരു തീരുമാനം എടുത്തത്? അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് +2 കൂടെ എഴുതിയ സമയത്ത് തന്നെ 92% സ്കോർ ചെയ്തിരുന്നു. അപ്പോ കുറച്ചുകൂടെ മതിയല്ലോ. അതിപ്പോ എനിക്ക് ഒറ്റയ്ക്ക് അന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല അധികം. എന്നിട്ട് തന്നെ അത്ര കിട്ടിയെങ്കിൽ ഒന്ന് നന്നായി പ്രിപ്പയർ ചെയ്താൽ എന്തായാലും എത്താൻ പറ്റുമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഈ വഴി മനസ്സിലാക്കിയത്? ഏത് ഈ ബുക്കാണ് ഇതിന്റെ റെഫറൻസ്, അല്ലെങ്കിൽ ഗൂഗിൾ, യൂട്യൂബ് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? സീനിയർ ആർക്കിടെക്ട് എടുത്ത ആളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇത് നോക്കി ചെയ്താൽ മതി. അത് വെച്ച് പഠിച്ചു. ഉപ്പ പറഞ്ഞ നേരത്തെ ഒരു മൊബൈൽ ഫോൺ, 3 പേരും കൂടി ഒരു മൊബൈൽ ഫോൺ വെച്ചാണ് പഠിച്ചിരുന്നതാണ് അല്ലേ? എങ്ങനെയായിരുന്നു ആ സമയത്ത്? അത് ഞാനാണല്ലോ മെയിൻ ആയിട്ട് എൻട്രൻസ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് തരും. ഞാൻ ചോദിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒരു തരും. ഉമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് അതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എത്ര സമയമൊക്കെ പഠിക്കുമായിരുന്നു? 5 to 6 hours ഒക്കെ എക്സാം പഠിപ്പിച്ച് നന്നായി പഠിക്കും. ശരിക്കും സംശയം വരുമ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കും. ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഗൂഗിളിലും യൂട്യൂബിലൊക്കെ പറയുന്നത് യഥാർത്ഥത്തിലുള്ള കാര്യമാണ്? അതിലെന്തെങ്കിലും സംശയം വന്നാൽ എങ്ങനെയാണ് റെഫർ ചെയ്തിരുന്നത്? ChatGPT നോക്കാറുണ്ട് മെയിനായിട്ട്. പിന്നെ കുറെ നോക്കുമ്പോൾ നമുക്ക് എല്ലാത്തിലും കൂടെ വെച്ചിട്ട് ഒരു സിമിലാരിറ്റി തോന്നുമല്ലോ, അത് വെച്ച് അങ്ങനെ പഠിക്കും. എന്താണ് സുധീർക്ക, വലിയൊരു നേട്ടമാണ് മോള് നേടിയത്? വളരെയധികം സന്തോഷമാണ്. പിന്നെ നമുക്ക് ഇതുപോലെ +2 ഒപ്പം തന്നെ എക്സാം ചെയ്തപ്പോൾ തന്നെ അവളെ പിന്നെ മാർക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് വലിയ വിശ്വാസം തോന്നി. പിന്നെ ഓൾ എന്നെ നല്ലൊരു സപ്പോർട്ട് ചെയ്തതാണ്. ഈ 1.5-2 ലക്ഷം ചെലവാക്കണ്ട, ഞങ്ങൾ അല്ലാതെ തന്നെ പിന്നെ ഞാൻ പഠിക്കാന്നുള്ളൊരു ധൈര്യമൊക്കെ ഉണ്ടായി. പിന്നെ ആ ധൈര്യം തന്നെയാണ് ഓളെ ഈ വിജയത്തിന്റെ വലിയൊരു കാരണം. ഇതുപോലെ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പൈസ ഇല്ലാതെയും ഒരു പിന്നെ താന്ന കുടുംബങ്ങളിൽ പഠിക്കാൻ താല്പര്യം ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ ഈ രംഗത്തേക്ക് ഇതുപോലെ വരണമെങ്കിൽ പിന്നെ ഇതൊരു മോട്ടിവേഷനാണ് ഓള് വലിയൊരു മോളെ ഈ വിജയം ഒരു വലിയൊരു എല്ലാവർക്കും ഒരു പിന്നെ സാഹചര്യം. ഒരു മൊബൈൽ ഫോൺ പോലെ 3 ആളെ ഉപയോഗിക്കല്, ഒരു 2 പിന്നെ ഞാൻ വിളിക്കും എല്ലാവരും അങ്ങനെ ഒരു മൊബൈൽ ഫോണാണ് എല്ലാവരും പിന്നെ ഉപയോഗിച്ച് പോകല്.
അപ്പോൾ അത് പിന്നെ എല്ലാവർക്കും നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷം പറഞ്ഞൊരു വിജയമാണ്. സാധാരണ +2 കഴിഞ്ഞാൽ ഡിഗ്രി അല്ലെങ്കിൽ NS ഈ BA ആർക്കിടെക്ട് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് സാധാരണക്കാരായ ആളുകൾക്കൊന്നും അറിയില്ല. അവൾ പറഞ്ഞപ്പോൾ എങ്ങനെയാ അത് കൺവിൻസ്ഡ് ആയിരുന്നു? എനിക്കറിയില്ല ആർക്കിടെക്ട് പിന്നെ BAർക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്താണ് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഒരു ഡോക്ടർ വിഭാഗം ഫുൾ സയൻസ് ഫുൾ പിന്നെ A+ കിട്ടിയല്ലേ. ഇപ്പോൾ ഡോക്ടർ വിഭാഗം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വിഭാഗത്തിന് നമുക്ക് താല്പര്യമല്ല. അപ്പോൾ വരക്കുന്നത് കൊണ്ട് ഓള് പറഞ്ഞു എനിക്ക് പിന്നെ ഏറ്റവും താല്പര്യം പിന്നെ ഈ BAർക്കാണ്. ഞാൻ പറഞ്ഞു BAർക്കാരൻ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ 10ാം ക്ലാസ്സാണ്, നമുക്ക് ഇതിനെ പറ്റി കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഓള് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ നല്ല ഇതാണ്, പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് താല്പര്യം എന്നുണ്ടെങ്കിൽ പിന്നെ അതായിട്ട് മുന്നോട്ട് പോയിക്കോന്നല്ല പറഞ്ഞു. നോമ്പ് കാലത്ത് ആണ് പിന്നെ എക്സാം നടന്നത്, അതായത് പിന്നെ പെരുന്നാളില് 2 ദിവസം കഴിഞ്ഞ എക്സാം. അപ്പോൾ ആ സമയത്തോള് ഞങ്ങള് പിന്നെ അത്താഴം കഴിച്ച് കിടക്കും, ഓള് പെലച്ച വരെ ഓള് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും. ആ പഠിത്തം നോക്കിയാണ് പോയത്. ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് കുറെ അധ്വാനിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും. ഞങ്ങള് പിന്നെ പെലച്ച് കഴിഞ്ഞ് ചോറ് കഴിഞ്ഞാൽ പിന്നെ ഓളൊരു 11 മണി വരെ കിടക്കും പകല്. പിന്നെ ബാക്കിയുള്ള ടൈം പിന്നെ ഇതുപോലെ നോക്കിയിട്ട് 99.31 വലിയൊരു സ്കോറാണ്. അത് കേട്ടപ്പോൾ എന്താ തോന്നിയത്? ഈ മാർക്ക് അറിഞ്ഞത് പിന്നെ മാർച്ച് പകുതിയിൽ അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇത് ഇത്ര ഒരു മാർക്കിന്റെ ഒരു ഇതുണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അതിനെ പറ്റി അറിയില്ല. ആർക്കും അറിയില്ല, മൂല്യം മനസ്സിലാക്കിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് അറിഞ്ഞിട്ടും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ 2 ആഴ്ചയായിട്ടുള്ളത് ഇപ്പൊ ഇങ്ങനെ എല്ലാവരും അറിഞ്ഞത്. അത് നമ്മളെ പിന്നെ ഞാൻ ലോഡിങ്ങാരനല്ലോ, പിന്നെ ബോർഡിന്റെ കീഴിൽ കുട്ടികൾക്ക് ഇങ്ങനെ ലാപ്ടോപ്പ് ഉണ്ടെന്നുള്ളൊരു ഇത് കേട്ടു. അന്വേഷിക്കാൻ വേണ്ടി പോയി. അപ്പൊ നമ്മളവിടെ ഉദ്യോഗസ്ഥയുണ്ട്, നമ്മളെ മോസിൻ എന്ന് പറയുന്ന ആള് അവിടെ പിന്നെ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ പോയി അന്വേഷിച്ച പറഞ്ഞു BTechനും പിന്നെ MBBSനാണ് ഈ ലാപ്ടോപ്പ് ഉള്ളത് കാരണം. അപ്പൊ അവർക്കും ഇതന്നെ മെയിനായിട്ട് ഈ ആർക്കിടെക്ട് BAർക്ക് ആർക്കിടെക്ട് അല്ലാതെ ആരും ഈ കോഴ്സ് കാലം എടുക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഏതായാലും ഇപ്പോൾ ഉൾപ്പെടുത്തുന്നതിൽ പറഞ്ഞത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് അവിടെ പോയപ്പോഴാണ് നമ്മളെ സുഹൃത്തും കൂടി അവിടുത്തെ നമ്മളെ ഓഫീസർ കൂടി ആയ മോസിന് പിന്നെ നമ്മളെ വണ്ടൂർ വിഷൻ ചാനലിലെ രാജേഷനുമായിട്ട് വന്ന് ഓളെ ഒന്ന് വീഡിയോ എടുക്കാം, ഓളെ പിന്നെ ഒരു പുറത്തറിയുന്നത്. അപ്പോഴാണ് ഈ ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞത്. എന്താണ് ഉമ്മയ്ക്ക് തോന്നുന്നത്? വളരെയധികം സന്തോഷമുണ്ട് മോളിങ്ങനെ ഒരു വിജയം നേടിയതിന്. ഈ സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അമ്മമാരൊക്കെ ഈ അത് പഠിക്കുക ഈ ഇത് പഠിക്കുക എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ തള്ളിവിടുകയാണല്ലോ, ഡിഗ്രിക്ക് പോയിക്കോ. പക്ഷെ മോള് നന്നായിട്ട് ചിത്രം വരയ്ക്കും. മോളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് എങ്ങനെ ആദ്യം നിങ്ങൾ അതിനോട് പ്രതികരിച്ച് എങ്ങനെയായിരുന്നു അവരുടെ? നമുക്ക് ചെറുപ്പം മുതലേ താല്പര്യം വരനോട്. അപ്പോൾ ഓള് മനസ്സിൽ വിചാരിച്ചത് ഇതല്ല കോഴ്സല്ലേ, അപ്പോൾ അതിൽ തന്നെ പോട്ടെ എഴുതി മോളെ ഇഷ്ടം തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. ഒക്കെ അതിൽ താല്പര്യമായപ്പോൾ പറഞ്ഞു ഞാൻ അതെടുക്കാം. ഫസ്റ്റ് പിന്നെ സയൻസിന് ചേർന്നപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ മെഡിക്കൽ ഫീൽഡ് എടുക്കൂല, ഒക്കെ ഇഷ്ടപ്പെട്ടത് ഇതാണ് കാരണം. പിന്നെ ഓളെ ഇഷ്ടം തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. ഈ ഓൺലൈനിലെ ബുക്ക് വരുത്തിച്ച് യൂട്യൂബും ഗൂഗിളൊക്കെ നോക്കി പഠിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചിരുന്നോ എന്താ ചെയ്യണേ, ഈ എങ്ങനെ പഠിക്കണമെന്നൊക്കെ അന്വേഷിച്ചിരുന്നു? ഒക്കെ മനസ്സിനൊരു ധൈര്യമാണ്, ഞങ്ങൾക്ക് പഠിച്ചാലും എടുക്കുന്നില്ലൊരു ഇത് ഒക്കെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ നിന്ന് +2 എന്നൊക്കെ ഓള് പറയും എനിക്ക് വാങ്ങാൻ കഴിയും എന്ന് ഓള് വാങ്ങും. അതേപോലെ ഓൾക്ക് ആദ്യമൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് NIT പഠിക്കണം, പഠിക്കുമ്പോൾ NIT പഠിക്കണം. അതിനോള് പഠിക്കണം എന്നുള്ള വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മനസ്സിനൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പ്രതീക്ഷ വിട്ടു വെക്കാറുണ്ട്. പിന്നെ ഒരു മനസ്സിന് ടെൻഷനും ഉണ്ടായിരുന്നു, കിട്ടുമോ എന്താന്നൊരു. ഏതായാലും ഓള് വിചാരിച്ച പോലെ തന്നെ മൊബൈലൊക്കെ അടികൂടിയപ്പോ ഇപ്പൊ ചേച്ചി നിൽക്കുന്നത് എവിടെയാണെന്ന് തോന്നുന്നത് എന്താ തോന്നുന്നത്? സന്തോഷം. പിന്നെ മൊബൈല് പറഞ്ഞാൽ എപ്പോഴും ചോദിച്ചു വരും, അപ്പൊ കൊടുക്കും. എപ്പോ എടുക്കുമ്പോത്തിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും, അപ്പൊ കൊടുക്കും. പിന്നെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അല്ല ചേച്ചി എന്തിനാ ചെയ്തിരുന്നത് ഇപ്പൊ റിസൾട്ട് വന്നപ്പോഴാണോ മനസ്സിലായത്? അതൊന്ന് പഠിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇങ്ങനെ വരുന്നേ നമുക്കും അറിയില്ല. ഇനിയിപ്പോ എന്താണ് മോളുടെ അടുത്തൊരു പ്രതീക്ഷ? നല്ല റാങ്ക് കിട്ടിയ പ്രതീക്ഷ പോലെ പ്രതീക്ഷ പോലെ NIT കോളേജിൽ തന്നെ കയറണം. അതിനുശേഷം അവിടെ 5 years കോഴിക്കോടാവും അറിയില്ല, അത് കിട്ടിയിട്ടാണ് കൊടുക്കാനാവുന്നുള്ളൂ 10th. പിന്നെ 5 years കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് എടുക്കണം. അതിനുശേഷം ചിലപ്പോൾ ടീച്ചിങ് ഫീൽഡ് അതല്ലെങ്കിൽ ഇങ്ങനെ കമ്പനി വഴി കയറാം. എനിക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഡ്രോയിങ് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് വലിയ താല്പര്യമല്ല അതിനോട്. അതിന് ഡ്രോയിങ് ഒറ്റയ്ക്കുള്ള കോഴ്സ് ഉണ്ട്, പക്ഷെ അത് തീരെ അറിയില്ല. ആർക്കിടെക്റ്റിനെ പോലെയല്ല, തീരെ അറിയില്ല. അപ്പോൾ ആർക്കിടെക്റ്റ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ആണല്ലോ. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല എന്നുള്ളത്. വീടിന്റെ ഒക്കെ ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാൻ പറഞ്ഞോ?
പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ അതിന്റെ ബേസിക് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ തിയറി മാത്രമേ അറിയുള്ളൂ. അപ്പോൾ കോളേജിൽ കയറിയതിന് ശേഷം വീട്ടിൽ നിറയെ ചിത്രങ്ങളാണ്, ഒരു ചുമരിന് വലിയൊരു ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ കാണുമ്പോൾ ഇതൊന്നും ഒരാൾ ഒറ്റയ്ക്ക് വരച്ചതാണെന്ന് തോന്നില്ല. എങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കുമ്പോഴൊക്കെ ഉള്ള സപ്പോർട്ട് വീട്ടുകാരുടെ? വീട്ടുകാർ ഭയങ്കര സപ്പോർട്ട്. ഞാൻ എന്ത് ചെയ്താലും അങ്ങനെ ഒന്നും പറയില്ല. ഞാൻ ചെയ്യട്ടെ, ഈ ചെയ്തോ, എനിക്ക് വേണമെങ്കിൽ ചെയ്തോ, ആ ഒരു ഇതിലാണ്. പിന്നെ എത്ര ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിലും ഒക്കെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഒക്കെ ചെയ്തു തരും. ഈ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഈ സാധാരണ ലക്ഷങ്ങളൊന്നും കൊടുക്കാനില്ലാത്ത ഒരുപാട് പേര് ഈ പഠിക്കാൻ വയ്യ, ഇനി എന്ത് ചെയ്യുന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് മോള് സ്വന്തം നിലയിൽ ഒരു മൊബൈൽ ഫോൺ മാത്രം വെച്ച് ഇത്രയും വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്താണ് ആ ലോകത്തോട് അല്ലെങ്കിൽ മോളെ കാണുന്നതും കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്? നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്തായാലും നേടിയെടുക്കാൻ പറ്റും. അതിന് മുന്നിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒക്കെ മറികടക്കാലോ വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തും. അപ്പോൾ ആഗ്രഹം ഉണ്ടായാൽ മതി, അത് നേടിയെടുക്കാം. അതാണ്, ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാകും. മാത്രമല്ല, സാങ്കേതിക വിദ്യയുടെ വളർച്ച ഒരു വീട്ടിലിരുന്ന് ഇത്രയും വലിയൊരു നേട്ടം സ്വന്തമാക്കാൻ ഒരു സാധാരണക്കാരായ പെൺകുട്ടിക്ക് സാധ്യമാകും വിധം രാജ്യത്തെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്ന കൃത്യമായ ഒരു സന്ദേശം കൂടിയാണ് ഹന്നയുടെ ഈ നേട്ടം വിളിച്ചു പറയുന്നത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇതോടുകൂടി വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ചില സുപ്രധാന വാർത്തകളുമായി KP അഭിലാഷ് ന്യൂസ് ടെൻസിലെത്തും. നമസ്കാരം. നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഘടകകക്ഷികളുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ആ ഘടകകക്ഷികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും മുഴുവൻ പേർക്കും ക്യാബിനറ്റ് പദവി നൽകിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിൽ തന്നെ ക്യാബിനറ്റ് പദവി ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾ, ഒന്ന് JDSന് ലഭിച്ചിട്ടുണ്ട്. JDSന് 2 സീറ്റുകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും അവരെ കർണാടകയിൽ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന രാഷ്ട്രീയം കൂടി ലക്ഷ്യം കണ്ടുകൊണ്ട് ഇപ്പോൾ ഏതായാലും JDSന് ക്യാബിനറ്റ് പദവി നൽകിയിട്ടുണ്ട്. ഒപ്പം ജിതൻ റാം മാഞ്ചി ബീഹാറിൽ നിന്നുള്ള നേതാവാണ്, മുൻ മുഖ്യമന്ത്രിയാണ്, HIM നേതാവാണ്. ഒറ്റ സീറ്റ് മാത്രമാണ് അവർക്കുള്ളതെങ്കിൽ പോലും ജിതൻ റാം മാഞ്ചിക്കും ഏതായാലും ക്യാബിനറ്റ് പദവി നൽകിയിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി അതിന് പുറമെയായി ബീഹാർ ഇലക്ഷൻ അടുത്ത വർഷം വരാനിരിക്കുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് അതെന്ന് മനസ്സിലാക്കാം. JDUവിനും ക്യാബിനറ്റ് പദവിയുണ്ട്. ഒപ്പം TDPക്കും സമാനമായി ക്യാബിനറ്റ് പദവിയുണ്ട്. പക്ഷേ ശിവസേനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശിവസേനയ്ക്ക് അത്തരമൊരു ക്യാബിനറ്റ് പദവിയല്ല, മറിച്ച് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ജയന്ത് ചൗധരി UPയിൽ നിന്നുള്ള സഖ്യകക്ഷി നേതാവാണ്, RLD നേതാവാണ്. ജയന്ത് ചൗധരിക്കും സ്വതന്ത്ര ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും വൈകിട്ടാണ് ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്നത്. 5 മണിക്കാണ് ഈ യോഗം ചേരുന്നത്. അതിനു മുമ്പ് ഏതായാലും മന്ത്രിമാരുടെ വകുപ്പുകൾ ഏതെന്ന കാര്യത്തിൽ പ്രഖ്യാപനം വരും. രാകേഷ്, ഒരു കാര്യം കൂടി, ഈ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ രണ്ടുപേരാണല്ലോ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ. അതിൽ സുരേഷ് ഗോപി രണ്ടുപേർക്കും അതിൽ ക്യാബിനറ്റ് റാങ്ക് എന്നുള്ളത് കേരളത്തിലുള്ള MPമാർക്കില്ല എന്നുള്ളത് വസ്തുത. ഒപ്പം തന്നെ ഈ വകുപ്പുകൾ ഏതെങ്കിലും ആകാനുള്ള സാധ്യത, അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിവരങ്ങൾ വരുന്നുണ്ടോ? അത്തരമൊരു സൂചനകൾ ഇതുവരെ ലഭ്യമായിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടായേക്കില്ല. കാരണം നിതിൻ ഗഡ്കരി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ മന്ത്രിമാരുടെ, S ജയശങ്കർ തുടങ്ങിയവരുടെ വകുപ്പുകളിൽ കാര്യമായ മാറ്റം വരാനുള്ള സാധ്യതയില്ല. കാരണം കഴിഞ്ഞ തവണ അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ തന്നെ അവർ തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത. സുരേഷ് ഗോപിക്ക് ഏത് വകുപ്പ് കിട്ടും എന്ന കാര്യത്തിൽ ഏതായാലും വ്യക്തതയില്ല. പക്ഷേ ഒരുപക്ഷെ സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി സ്ഥാനം അദ്ദേഹത്തേക്ക് നൽകിയേക്കാം. കാരണം സിനിമ നടനാണ്, ചലച്ചിത്ര താരമാണ്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക വകുപ്പ് അടക്കമുള്ള നൽകിയേക്കാം. അതല്ലെങ്കിൽ INB മിനിസ്റ്ററുടെ സഹമന്ത്രി സ്ഥാനം നൽകുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഏതായാലും വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം ജോർജ് കുര്യന് ഏത് വകുപ്പ് നൽകുമെന്നുള്ള കാര്യം കൂടിയുണ്ട്. സഹകരണ മേഖലയുമായി ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നതാണ്. കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ വലിയ ചർച്ചാ